നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നല്ല ഒരു അടിപൊളിയായിട്ട് നമുക്ക് കണ്ടുപോകാം കേട്ടോ. നിങ്ങൾ ഹോട്ടലിൽ നിന്നൊക്കെ പനീർ ബട്ടർ മസാലയും ബട്ടർ ചിക്കൻ മസാലയൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഗ്രേവി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അത് നമുക്ക് വീട്ടിലൊക്കെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഹോട്ടലിലൊക്കെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. വീട്ടിലൊക്കെ നമുക്ക് കുറച്ച് ചെറിയ പോർഷനിൽ നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു എപ്പിസോഡിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെഫ് സജിൻ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വാ. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു 50 കിലോ സവോള നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് സൂട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് വീഡിയോനെ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. ഞാൻ 2 ഡാൾഡയിലാവട്ടെ ഞാനിതൊന്ന് സൂട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 50 കിലോ സവോള, ഇനി ഒരു 1.5 കിലോ പച്ചമുളക് ഞാൻ എൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു റോസ്റ്റ് ഗ്രേവി ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓണിയെല്ലാം നന്നായിട്ട് സൂട്ട് ചെയ്തിട്ടുണ്ട് അരച്ചെടുക്കാം അതിനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് പോയി പേസ്റ്റ് ചെയ്തെടുക്കണം. ഒണിയൻ നല്ല ഫൈനായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഒണിയനൊക്കെ നല്ല അടിപൊളിയായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ വലിയ ഗ്രൈൻഡറിലാണ് കേട്ടോ ഞാനത് പേസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ടൊമാറ്റോ കേട്ടോ. ടൊമാറ്റോ ഞാനൊരു 10 കിലോ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. 10 15 ഒക്കെ ആയാലും കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ടിത് സോട്ട് ചെയ്യേണ്ട കേട്ടോ ടൊമാറ്റോ. മക്കനി ഗ്രേവി അല്ലേ, ബട്ടർ ഗ്രേവിക്കകത്ത് കുറച്ച് ടൊമാറ്റോ ഒക്കെ കയറി ഇരുന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 കിലോ ഇഞ്ചി നല്ല അടിപൊളിയായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി ആക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. ഞാൻ ഡാൾഡ ഒരു 3 പാക്കറ്റ് ഡാൾഡയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഡാൾഡയല്ല, നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഡാൾഡയാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ബട്ടർ ആഡ് ചെയ്യണം. ബട്ടർ പക്ഷേ ഒത്തിരി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും ഉള്ളിയൊക്കെ നമുക്ക് സോട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിലോ അതെല്ലാന്നുണ്ടെങ്കിൽ ഡാൾഡ അങ്ങനെ എന്തെങ്കിലും എടുത്ത് പറ്റും. ഇനി ഞാൻ കുറച്ച് വേലീറ്റ്സും കുറച്ച് ജീരകം വേണേൽ പൊടിക്കാതെ ഇടാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ 2 സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സോട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിൻ്റെ മസാല ഏതാണെന്ന് കാണാം. ഒരു 3 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ജീരകപ്പൊടി കേട്ടോ മെയിനായിട്ട് നമുക്ക് വേണ്ടേ. ജീരകപ്പൊടി ഒരു 250-300 ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനൊരു 250 ഗ്രാം ആ ലെവലിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3/4 കിലോ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് കേട്ടോ ഇത്ര. പിന്നെ കുറച്ച് ഒരു 1/2 കിലോ മുളക് പൊടിയും കൂടെ, സാധാ എരിവുള്ള മുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് സോട്ടായിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഓണിയനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തേ. ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് സോട്ടാവണം കേട്ടോ. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിക്കകത്ത് ഇങ്ങനെ കടിച്ച് കിടക്കും. ഇപ്പോൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് കസ്തൂരിമേത്തി കേട്ടോ. നമ്മുടെ ബട്ടർ ചിക്കൻ്റെയും പനീർ ബട്ടർ മസാലയുടെയൊക്കെ മെയിൻ ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്തൂരിമേത്തിയുടെ ഫ്ലേവറാട്ടോ എല്ലാ സാധനങ്ങളും. പിന്നെ മല്ലിച്ചപ്പൂടെ ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മക്കനി ഗ്രേവി ആക്കി എടുക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയം എടുത്ത് ഒത്തിരി ഇളക്കി സോട്ട് ചെയ്ത് ഒത്തിരി സമയം എടുക്കുന്നൊരു ഗ്രേവി ആട്ടോ ഇത്. അപ്പോൾ നമ്മുടെ സവോളയും ഏകദേശം സോട്ടായിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് മസാല അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് മസാല ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മസാല എല്ലാം കരിഞ്ഞു പോകും, നമ്മുടെ ഗ്രേവിയുടെ ടേസ്റ്റ് എല്ലാം പോകും, സ്മെല്ല് മാറും, എല്ലാം മാറും. അപ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ മസാല ഇടുമ്പോൾ നമ്മൾ ഫയർ കുറച്ച് വെച്ചിട്ട് വേണം ഇടാം കേട്ടോ. ഇത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി ഈ തക്കാളി നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണേ. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മക്കനി ഗ്രേവിക്ക് പുളിയായി പോകും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് തക്കാളി സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് സമയം എടുക്കും, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വേണ്ടി വരും നമുക്ക് ആ തക്കാളി ഒന്ന് പിന്നെ സോട്ടായി കിട്ടാൻ വേണ്ടി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ.
മല്ലിച്ചപ്പോയിട്ടൊരു 10-15 മിനിറ്റ് അതുകൂടെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഒണിയൻ്റെ പേസ്റ്റ് അതങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മക്കനി ഗ്രേവി തന്നെ നമുക്ക് പല രീതിയിൽ അടിക്കാം കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റോടു കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇനി ഇതല്ല നമുക്ക് ടൊമാറ്റോ ഒക്കെ ബോയിൽ ചെയ്തും ടൊമാറ്റോയും ഉള്ളിയൊക്കെ നമുക്ക് ബോയിൽ ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് പക്ഷേ നല്ലൊരു മെത്തേഡാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഇത് ഇളക്കാൻ വേണ്ടി കൂടുന്നത്. ഇത് വെച്ചാൽ ഒത്തിരി സമയം ഇളക്കേണ്ടതായതുകൊണ്ട് നമ്മൾ 2-3 പേര് നിന്ന് ഇളക്കേണ്ടി വരും. അപ്പോൾ ഞാനൊരു ഒറ്റ കുപ്പി ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മേത്തി ഞാൻ പൊടിച്ച് അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മേത്തി പൊടിച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഷ്നട്ട് പേസ്റ്റും പാലും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് സോട്ടായിക്കോട്ടെ. ഇവിടെ നമുക്ക് ജസ്റ്റ് കാഷ്നട്ട് പേസ്റ്റ് നമുക്ക് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവേ. അപ്പോൾ ഞാൻ ഒരു 2 കിലോ കാഷ്നട്ട് പേസ്റ്റ് ഞാൻ പേസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 2 കിലോ കാഷ്നട്ട് പേസ്റ്റും ഞാനൊരു 2 ലിറ്റർ പാലും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ലിറ്റർ അല്ല, 3 ലിറ്റർ ആയാലും കുഴപ്പമില്ല. ഞാനൊരു ബട്ടറും അവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടിൻ്റെ കൂടെ നമുക്ക് ആ പാലും കൂടെ ആഡ് ചെയ്തിട്ട് ആ ഗ്രേവിക്കകത്ത് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയാണ് നമ്മുടെ മിക്സിങ്ങിൻ്റെ ടൈം വരുന്നത്. ഇതെല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്തിട്ട് ഒരു 2-2.5 മണിക്കൂർ അങ്ങ് ഇളക്കി കൊടുത്ത് ആ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞ് വരണം. ഗ്രേവിയുടെ എണ്ണ അങ്ങ് തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കനി ഗ്രേവി അല്ലെങ്കിൽ ബട്ടർ ഗ്രേവി റെഡി ആയിട്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ബട്ടറും കൂടെ ഒന്ന് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബട്ടർ മുറിച്ച് വെച്ചിരുന്ന ബട്ടറും കൂടി ഞാൻ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഇപ്പം നമ്മൾ ഈ ഗ്രേവി എടുത്തിട്ട് നമ്മൾ കറി ചെയ്യുമ്പോൾ അന്നേരം നമ്മൾ ബട്ടർ ഓൾറെഡി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി അങ്ങോട്ട് ബട്ടർ ചേർക്കണ്ട കേട്ടോ. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കും മക്കനി ഗ്രേവി അല്ലേ ബട്ടർ ഗ്രേവി ബട്ടർ വെച്ച് തന്നെയല്ലേ ഉണ്ടാക്കേണ്ടതെന്ന്. പക്ഷേങ്കിൽ നമ്മൾ ഇത്രയും ഉള്ളിയും തക്കാളിയൊക്കെ സോട്ട് എടുക്കണമെങ്കിൽ ബട്ടർ തന്നെ ഇട്ട് സോട്ട് ചെയ്യലൊന്നും നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ഡാൽഡ ആഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് സോട്ട് ചെയ്ത് ചെറിയ സ്ലോ ഫയറിലിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന അത്ര സമയം നമുക്കിത് സോട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ മക്കനി ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മണിക്കൂർ ഇളക്കിയതിന് ശേഷമായിട്ട് ഈ പരുവത്തിലായിട്ടിരിക്കുന്നത്. കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് സോട്ട് ചെയ്യാനുണ്ട്. നന്നായിട്ടൊന്ന് എണ്ണ തെളിയുകയാണെങ്കിൽ ഈ സാധനം നമ്മൾ എത്ര ദിവസം വെച്ച് കഴിഞ്ഞാലും കേടാവാതെ അവിടെ ഇരുന്നോളും കേട്ടോ. ഇത് ഏത് കറി ഇനിയിപ്പോൾ പനീർ ബട്ടർ മസാലയാണോ ബട്ടർ ചിക്കൻ മസാലയാണെങ്കിൽ ആ ഗ്രേവിക്കകത്ത് കുറച്ച് അങ്ങോട്ട് എടുത്ത് ഒരു കടായിലോട്ടിട്ട് കുറച്ച് ഇളക്കി കുറച്ച് പാലും ഒഴിച്ച് ഈ ചിക്കനാണ് ചിക്കൻ പനീറാണ് പനീർ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബട്ടർ ഗ്രേവി അല്ലെങ്കിൽ മക്കനി ഗ്രേവി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. വീട്ടിൽ ഒക്കെ ഇത്രയും ബൾക്കായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിൽ. പക്ഷേ ഈ മെത്തേഡ് നമുക്ക് വീട്ടിൽ ഫോളോ ചെയ്യാം കേട്ടോ. പക്ഷേ അതെല്ലാം സാധനങ്ങളെല്ലാം ക്വാണ്ടിറ്റി കുറച്ച് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു കിഡിലൻ റെസിപ്പിയുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.